ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എല്ലാ കൺസെപ്റ്റുകളും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കാണുക. അതിനുശേഷം എല്ലാ തിയറി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. 2019 ഒരു 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ 18, 17 വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഞാൻ കിടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ 3x3 മെട്രിക്സ് എ. ഓക്കെ, മെട്രിക്സ് എ ഹൂസ് Aij ഈസ് ഈക്വൽ ടു 2i പ്ലസ് ജെ. Aij ഓരോ എലമെന്റ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കൺസ്ട്രക്ട് എ മെട്രിക്സ് എ. ദെൻ ആഫ്റ്റർ എക്സ്പ്രസ് A as the sum of a symmetric and skew symmetric matrix. ഓക്കെ, സിമെട്രിക് മെട്രിക്സ് എന്താണ്, സ്ക്യൂ സിമെട്രിക് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് വരാം. സോ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ. സോ വി ക്യാൻ റൈറ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് ദാറ്റ് വിൽ ബി, ഹൗ മെനി എലമെന്റ്സ് വിൽ ബി ദർ? ഇറ്റ്സ് എ 3x3, സോ ഇറ്റ് വിൽ ബി 9 elements. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 9 elements ഏതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം. സോ നിങ്ങൾ ഇക്വേഷൻ അറിയാം, Aij is equal to 2i minus j. Okay, so we are going to find out the first element in first row. The A11 is equal to, both I and j is equal to 1 1. So you can write 2 minus 1, you will get the answer 1. Then what about A12, second element? What about A12? A12 is equal to എന്തായിരിക്കടാ, 2 minus ഐയുടെ വാല്യൂ 1 ആണ്. സോ 2 minus 2, ആൻസർ ഈസ് ഈക്വൽ ടു 0. ഗുഡ്. ദെൻ A13, വാട്ട് വിൽ ഗെറ്റ്? A13, 2 into 1, 2 minus 3, 2 minus 3, you will get the answer -1. So this is the first elements, അല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 0 -1. So we can move to the second row. സെക്കൻഡ് റോ എന്ത് വരടാ? ദാറ്റ് ഈസ് A21, that is the first element. A21, first element in the second row. So A21 is equal to 2 into 2, 4 minus, yeah good, 4 minus j value that is equal to 1, you will get 3. Clear? Then what about A22? A22 is equal to 4 minus, why 4? 2 into 2, 4 minus 2, you will get the answer that is equal to 2. Then A23, third element in second row, that is A23 is equal to, once again that is 4 minus 3, you will get the answer that is equal to 1. We can fill that one 3 2 1. The only one row is remaining. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, യു നെവർ മിസ്. ഓക്കെ, സോ A31 എന്ന് പറയുന്നത് തേർഡ് എലമെന്റിലെ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്. A31 ഈസ് ഈക്വൽ ടു 3 into 2, 6 minus j value that is equal to 1, you will get 5. Then A32, what about A32? A32 is equal to 6 minus എന്ത് വരടാ? 3 into 2, 6 minus 2, that is equal to 4. And the A33 last, A33 എന്ന് പറയുന്നത് that is equal to 6 minus, you will get the answer 6 minus 3 into 2, 6 minus 3, that is equal to എന്ത് വരടാ? 6 minus 3, you will get the answer 3. So this is the matrix you got 5 4 3. നമ്മളെ ഫസ്റ്റ് പാർട്ട് is over. Okay, now we can move to the second B question. എന്താ B question എന്ന് പറയുന്നത്? ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യു ഹാവ് ടു എക്സ്പ്രസ് എ ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഏതൊരു മെട്രിക്സിനെ എങ്ങനെ നമുക്ക് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആക്കി റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിന് ഡയറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. വി ക്യാൻ ഗോ ടു ദാറ്റ് ഇക്വേഷൻ. ഓക്കെ, ഓക്കെ, അപ്പോൾ മക്കൾ പറ എന്തായിരുന്നടാ ഇക്വേഷന്? ദാ A is equal to, you know that A plus A transpose divided by 2 plus A minus A transpose divided by 2. നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ഒരു കേസിൽ ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് A പ്ലസ് A ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതേപോലെ A മൈനസ് A ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ആർ റെപ്രസെൻറ്റിംഗ് ദിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ. സോ അത് നമുക്ക് അതിലോട്ട് മൂവ് ചെയ്യാം. സോ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള? A ട്രാൻസ്പോസ്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ A ട്രാൻസ്പോസ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ A ട്രാൻസ്പോസ് ഹിയർ. എന്ത് വരെടാ A ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? A transpose is equal to, ഇതാണെങ്കിൽ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഇൻവേർട്ട് ദ റോസ് ഇൻ ടു ദ
column. That is a transpose. Okay, so we will get 1 0 1. You can write 1 0 minus 1. Then 3 2 1, you can write 3 2 1. Then 5 4 3, you can write 5 4 3. Ready? So this is the transpose. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ 3 മാർക്ക്. ഓക്കെ, വെരി സിമ്പിൾ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2. ഞാൻ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 1/2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. യു ഹാവ് ടു ആഡ് ദീസ് ടു മെട്രിസസ് corresponding elements. You want to add the corresponding elements. That is a method to addition. Okay, so 1 plus 1 2, 0 plus 3 3, minus 1 plus 4 5, that is 4. Then 3 plus 0 3, 2 plus 2 4, 1 plus 4, that is 5. Clear? Then 5 plus minus 1, 5 plus minus 1, that is 4. 4 plus 1, that is equal to 5, and 3 plus 3, you will get the 6. Clear or no? This is the A plus A transpose by 2. Next, plus എന്താണ് A minus A transpose by 2. So 1/2 of we are find outing the A minus A transpose. ഇതിൽ നിന്ന് ഇതിനെ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുന്നു. Okay, so 1 minus 1 എന്തിട്ടാ, that is 0. Okay, then 1 minus 1 is 0. 0 minus 3, you will get minus 3. Okay, then minus 1 minus 5, that is equal to minus 6. Okay, this is the minus 6. Then 3 minus 0, you will get 3. അതേപോലെ 2 minus 2, the 0. നോക്കുക, 1 minus 4, that is equal to minus 3. Then what about the third row? Third row ഒന്ന് ചെയ്താടാ മക്കളെ. See, 5 minus 1, 5 minus minus 1, you will get the answer 6 ആണ്. Then 4 minus 1, that is equal to 3, and the last one 3 minus 3 0. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡയഗണൽ എലിമെൻറ്റ്സ് എന്താണ്, 0 ആണ്. സോ അതേപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നേരെ ആൾട്ടർനേറ്റ് സൈനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓരോ പൊസിഷനിൽ വരുന്നത്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ സ്ക്യൂ സിമെട്രിക്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമെട്രിക് ബിക്കോസ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സിലെ ഈ ഒരു എലമെൻറ്റ്സുകൾ എന്താണ്, സെയിം ആണ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമെട്രിക്. സോ നമുക്ക് ഇതിൽ നിന്ന് ക്ലബ് ചെയ്ത് എഴുതാം. ഞാൻ ഓക്കെ, നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാം. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഹാഫ് ഓഫ് ദിസ് മെട്രിക്സ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹാഫ് ഓഫ് ദിസ് മെട്രിക്സ്. മക്കളൊന്ന് പറഞ്ഞേ, ഹാഫ് ഓരോന്നിൻ്റെ ഹാഫ് 2/2. യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് 1. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 2. ദെൻ നെക്സ്റ്റ് 1 3/2. ദിസ് ഈസ് 2, ആൻഡ് ദിസ് 1 5/2. ദിസ് 1 2, 5/2, and 3. Okay, this is the first matrix, that is symmetric matrix. Okay, plus ഇനി എന്താടാ, half of this matrix we can ഇതിൻ്റെ ഹാഫ് എടുക്കുക. So that is equal to 0. This is 0 minus 3/2, minus 3, and 3/2, 0 minus 3/2. Okay, similarly this is 3, and this one is equal to 3/2, and this is equal to 0. Okay, so this is the last step. Now final answer letter, we will get the final answer by adding these two matrices. Okay, so on add that 1 plus 0, you will get 1. 3/2 minus 3/2, you will get 0, and 2 minus 3, you will get minus 1. So next 3/2 plus 3/2, that is equal to 3. 2 plus 0 2, and 5/2 minus 3/2, that is equal to 5/2 minus 3/2, you will get 2/2, that is equal to 1. Then 2 plus 3, that is equal to 5, and 5/2 plus 3/2, that is equal to 8/2. 8/2 എന്ന് പറഞ്ഞാൽ that is equal to 4, and 3 plus 0, you will get the 3. നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക, ഈ ഒരു കിട്ടിയ ആൻസറും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആൻസർ ക്വസ്റ്റ്യന് ഏത് പറയുന്ന മെട്രിക്സ് ബോത്ത് ആർ സെയിം. 1 0 minus 1, 3 2 1, and 5 4 3. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മെട്രിക്സിനെ, എ എന്ന് പറയുന്ന മെട്രിക്സിനെ ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്തു, റെപ്രസെൻറ്റ് ചെയ്തു. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എ സിമെട്രിക് മെട്രിക്സ് എ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെ രണ്ട് അൺനോൺസ് ഉണ്ട്, എക്സ് ആൻഡ് വൈ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ദെൻ ഫ്രം പാർട്ട് എ വെരിഫൈ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ആൻഡ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആർ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സിമെട്രിക് മെട്രിക്സ്? എന്താ സിമെട്രിക് മെട്രിക്സ്? ഇഫ് യു ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ദ സെയിം മെട്രിക്സ് വിൽ അപ്പിയർ. അതാണ് എന്തെന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു മെട്രിക്സ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? സോ നോക്കുക, ഈ ഒരു എലമെൻറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദീസ് ടു എലമെൻറ്റ്സ് ഷുഡ് ബി ഈക്വൽ ആൻഡ് ദീസ് ടു എലിമെൻറ്റ്സ് ഷുഡ് ബി ഈക്വൽ. അതാണ് എ ഐ ജെ ഈസ് ഈക്വൽ ടു എ ജെ എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുള്ളത്. സോ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ അൾട്ടർനേറ്റീവ് പൊസിഷനിലുള്ള എലമെൻസുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, സോ യൂസിങ് ദാറ്റ് വി വിൽ ഗെറ്റ് ദ ഡയറക്റ്റ് ആൻസർ. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഫസ്റ്റ് ആൻസർ എക്സ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ്, അവിടെ നോക്കിയിട്ട് പറയാൻ പറ്റും എന്താണ് 5 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ വൈ വാല്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8. വളരെ സിമ്പിളാണ്, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തതാണ് ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫ്രം പാർട്ട് എ യു ഹാവ് ടു വെരിഫൈ എ ആൻഡ് എ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് അതേപോലെ സം ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സിമെട്രിക് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഓക്കെ, സോ സ്റ്റാർട്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താ നമുക്ക് കിട്ടുക? അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെയിം മെട്രിക്സിൽ നിങ്ങൾ വാല്യൂസ് എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 2 5 4 ആൻഡ് 5 3 8 4 8 9. ഓക്കെ, ദിസ് ഈസ് ദ എ എന്ന് പറയുന്ന മെട്രിക്സ്. ദെൻ അതിന് ട്രാൻസ്പോസ് എന്താ വരിക? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു യു ക്യാൻ റൈറ്റ് അതന്നെ നേരെ ക്രോസിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? കോളാക്കിയിട്ട് മാറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 5 4. ഓക്കെ, ദെൻ 5 3 8 അതേപോലെ 4 8 9 അല്ലെ? സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം മെട്രിക്സ് തന്നെയാണ് നോക്കിയിട്ട്. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ എ ഇൻറ്റു എ ട്രാൻസ്പോസ്. സോ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ത് വരും? ലെറ്റ്സ് ചെക്ക്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ആ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ആൻഡ് തേർഡ് കോളം. ഓക്കെ, സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. സോ 2 × 2 4 പ്ലസ് അല്ലേ? സോ 2 × 2 4 പ്ലസ് 5 × 5 25 29 പ്ലസ് 4 × 4 16. Okay, so that is equal to 29 plus you will get 45. Clear? Okay, the next one 2 × 5 10 plus 5 × 3 15 plus 4 × 8 that is equal to 32. That means 25 plus 32 you will get the answer that is equal to 57. Okay, then next 2 × 4 8 plus 5 × 8 40, so that is 48. 4 × 9 36. Okay, 49 48 and 36 you will get 84. Okay, so ദിസ് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്. നിങ്ങൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ബാങ്ക് അല്ലെങ്കിൽ റെഫർക്കിൻ്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല. ഓക്കെ, സോ സെക്കൻഡ് റോ വരുന്നത് 5 × 2 10 plus you will get 10 plus 3 × 5 15 plus 8 × 4 that is equal to 32. So you will get the 25 plus 32 you will get the answer that is 57. Clear? Then next one 5 × 5 25 plus 3 × 3 9 plus and 8 × 8 64. 60 this is equal to 64 plus 9 you will get 73 plus that is 98. So that is equal to you will get the answer 98. Okay, then next first row second row with the third column. So 20 plus 3 × 8 that is 24 plus 8 × 9 that is equal to 72. So നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ 72 plus 40 you will get
1 1 2 1 1 2 1 1 6. This is the answer 1 1 6. Okay, so any similarly you have to write down the third one. So 4 into 2 8 plus, okay, we can erase this one, 8 plus, okay, 5 into 8 40 plus, and 9 into 4, that is equal to 36. So that is equal to, you will get 84. This will be 84. 36 plus 8 44 plus 40, you will get 84. Okay, the next one, 4 into 5 20 plus, 8 into 3 24 plus, 9 into 8, that is equal to 72. So 44 plus 72, you will get that is equal to 116. Okay, then next one, third one, 4 into 4 16 plus, 16 plus 8 into 8 64 plus 9 into 9, that is equal to 81 അല്ലേ. സോ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 64 പ്ലസ് 16, യു വിൽ ഗെറ്റ് 80 പ്ലസ് 81, ദാറ്റ് ഈസ് ഈക്വൽ ടു 161. ഓക്കെ, സോ ദിസ് ഈസ് ദ എ ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം ഇത് സിമെട്രിക് ആണോ അല്ലേ. എങ്ങനെ സിമെട്രിക് ആണോ എന്തായാലും ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ് വൺ അല്ലേ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രാൻസ്പോസ്. ദാറ്റ് മീൻസ് ഇഫ് യു ടേക്ക് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്, if you take A into A transpose all transpose, if you got the same answer, you will get, you can say that both are symmetric. 45 57 and 50 84. Okay, 84. Then this row column പിടിച്ച് കൺവേർട്ട് ചെയ്യാം. 57 98 and 116. Okay, then 84 116 and 161. നോക്ക് മക്കളെ, സി ഈ രണ്ട് മെട്രിക്സുകൾ സെയിം ആണെങ്കിൽ, okay, you can see that both are the same. So you can say that എന്താണ് വെരിഫൈ ചെയ്തു, A into A transpose എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. സിമിലർലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് വൺ ആൾസോ, A plus A transpose. ഓക്കെ ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് A plus A transpose. ഇത് സിമെട്രിക് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. A plus A transpose, A you already got, A transpose is already you know, so you can just add these elements. 2 2, you will get 4, 5 plus 5 10, 4 plus 4 8, then 10 again 10, 6, 8 plus 8 16, then again 8 16, that is 18. Okay, 9 plus 9 18. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സി ജസ്റ്റ് യു സി ദാറ്റ് 10 10 ഹിയർ, 8 8 ഹിയർ, 16 16. ഇഫ് യു ടേക്ക് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ് വൺ, സപ്പോസ് അതായത് A plus A transpose all transpose, ഇഫ് യു ആർ ടേക്കിംഗ് A plus A transpose all ട്രാൻസ്പോസിന് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നൊട്ടേഷൻ ചെയ്യാം. ഈ ഒരു രണ്ട് രീതിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ A plus A transpose all transpose എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സെയിം മെട്രിക്സ്. ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് 4 8 അല്ലേ. 4 10 8 നിങ്ങൾ ഇൻവേർട്ട് ചെയ്തു, ദെൻ 10 6, അതേപോലെ 16, ദെൻ ലാസ്റ്റ് എലമെൻറ്റ് 8 16 and 18. You got the same matrix അല്ലേ. both matrices are same. so simply ഇതാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ഗിവൺ ഇഫ് A is equal to 3 1 minus 1 2 show that A square minus 5A plus 7A is equal to 0. hence find out A raised to 4 and A inverse. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാനുണ്ട്. ഇത് 2019 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ടത് ഇതാണ്. യു ഹാവ് ടു ഷോ ദാറ്റ് A square minus 5A plus 7A is equal to 0. അതിന് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് A സ്ക്വയർ കണ്ടുപിടിക്കണം, 5A കാണണം, 7A കാണണം. ഓക്കെ, നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്യാം. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചെയ്യാറുണ്ട് 3 സ്ക്വയർ 1 സ്ക്വയർ -1 സ്ക്വയർ 2 സ്ക്വയർ. ഇറ്റ്സ് റോങ്, അത് കറക്റ്റ് അല്ല, ദാറ്റ്സ് റോങ് മെത്തേഡാണ്. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡു ദ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് A ഇൻറ്റു A. സോ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 1 minus 1 2 into same matrix, that is 3 1 minus 1 2. okay, so this is the A square. okay, so ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേടാ. 3 into 3 9 plus
1 into minus 1 അല്ലേ? So that is equal to 9 minus 1, you will get 8. Clear? Okay. 3 into 1, 3 plus 1 into 2, 2. So that is equal to 5. Okay, then second row, minus 1 into 3, minus 3 plus minus 2. So that is equal to minus 5. Then next minus 1 into 1, minus 1 plus 4. So that is equal to, you will get the answer 3. So this is your in the a square എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ദെൻ യു നീഡ് 5a. എന്ത് വരുടെ 5a എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതുന്നു 5a ഈസ് ഈക്വൽ ടു എ സ്ക്വയർ നമുക്ക് കിട്ടി. ദിസ് ഈസ് എ സ്ക്വയർ. 5a മീൻസ് 5 ടൈംസ് ഓഫ് എ. യു ഹാവ് ടു മൾട്ടിപ്പിൾ ദ എ വിത്ത് 5. ദാറ്റ് ഈസ് എ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ലെറ്റ്സ് ലുക്ക്, 5a എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഓക്കെ, 5 ഇൻറ്റു 3 15. 5 into 1, that is 5, and 5 into minus 1, minus 5, and 2 into 5, that is equal to 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5a. ഇനി 7i എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താ 7i എന്ന് പറയുന്നത്? 7 into i മെട്രിക്സ്, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ യു ഹാവ് ടു മൾട്ടിപ്പിൾ വിത്ത് 7. അപ്പോൾ ഇത് 3/3 ആണോ 2/2 ആണോ? യാ, ദിസ് ഇസ് 2/2 ഓർഡർ ആണ്. സോ നമുക്ക് എന്തെടുക്കാം? ദാറ്റ് ഈസ് 7007. ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് ദ 7a. അപ്പോൾ 3 ആളുകളായി, എ സ്ക്വയർ ആയി, 5a ആയി, 7a. ജസ്റ്റ് നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കുക. സി യൂസിങ് ദാറ്റ് ഇക്വേഷൻ, എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i, ദാറ്റ് ഈസ് ഈക്വൽ ടു, ലെറ്റ്സ് ലുക്ക്, 8 5 minus 5 3 minus second matrix ഏതാ? that means 15 5 minus 5 10 plus അടുത്തത് ഏതാ? that is 7007. okay, so you can add and subtract these matrices. okay, 8 ഉം 15 is difference എന്ന് പറയുന്നത് minus 7 plus 7, you will get that is equal to 0. clear? Then 5 minus 5 0 plus 0, that is equal to again 0. Then minus 5 minus 5, that is equal to minus 5 plus 5 0, 0 plus 0 again 0. Then the last element 3 minus 10, that is minus 7 plus 7, you will get 0. നോക്കുക, നിങ്ങൾക്ക് എന്തായി? 0 മെട്രിക്സ് കിട്ടി കഴിഞ്ഞു. ദാറ്റ് മീൻസ് യുവർ കണ്ടീഷൻ എന്തായി? പ്രൂഫ് ആയി. ഓക്കെ, സോ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. a⁴ a⁻1 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം a⁴ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. a⁴ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. ഓൾറെഡി നമ്മൾ എ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 85 മൈനസ് 5 3. സോ ജസ്റ്റ് എഗെയിൻ ദ സെയിം, നമ്മൾ എ സ്ക്വയർ കണ്ടുപിടിച്ച പോലെ തന്നെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദർ ഇസ് നോ ചേഞ്ച്. സോ ദാറ്റ് ഈസ് 85, യു ജസ്റ്റ് മൾട്ടിപ്പിൾ വിത്ത് 85 മൈനസ് 5 3 വിത്ത് 85 മൈനസ് 5 3. നമുക്കിതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ആൻസർ. എന്ത് വരെടാ? ജസ്റ്റ് ഒന്ന് ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചവരാണ്. 8 into 8 64 minus 5 into 5 25. okay, so you will get the answer that is equal to 39. 64 minus 25. okay, then next one, 8 into 5 40 plus 5 into 3, that is 15, that is equal to എന്താണ്? 55. okay, then next minus 5 into 8, that is minus 40 plus minus എന്താണ്? 15, that is you will get minus 55. minus 40 plus minus 15, that is minus 55. then minus 5 into 5, that is minus 25. plus 3 into 3 9, that is you will get the answer, and that is at minus 25 minus this is equal to, you will get that is equal to minus 16. okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a⁴. this is your answer, a⁴. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് a ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. ഓക്കെ, എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഉപയോഗിച്ച് ചെയ്യാം. ബട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം?
ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, യു ഹാവ് ടു മൾട്ടിപ്പിൾ വിത്ത് ഒരു ഇൻവേഴ്സ് കൊണ്ട്, ഇൻവേഴ്സ് കൊണ്ട് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ടേംസിന് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ. എന്നാലേ നമുക്ക് ഇൻവേഴ്സ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അപ്പോൾ ഇങ്ങനെ ചെയ്തു. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു, അതല്ലെങ്കിൽ ഓക്കെ, എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 5a ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് 7i ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ഇറ്റ് സെൽഫ്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത, എല്ലാ ടേംസിനെ എന്ത് ചെയ്തു, എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ ഐ നീഡ് ടു ഗെറ്റ് ദ എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു, എ ഇൻറ്റു എ ആണ്. സോ എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 5 ഇൻറ്റു എ ഇൻവേഴ്സ്. ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, ദാറ്റ് ഈസ് 5i പ്ലസ് അല്ലേ, ദിസ് ഐ ആയിട്ട് മാറും. ഇനി നോക്കുക, 7 ഇൻറ്റു ഐ ഇൻറ്റു എ ഇൻവേഴ്സ്. അതെന്താ വരിക, ഐ ഇൻറ്റു ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 7a ഇൻവേഴ്സ്. ദിസ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുക, എഗെയിൻ ഇതെന്ത് വരടാ, എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആയിട്ട് മാറും. അപ്പോൾ എ ഇൻറ്റു ദിസ് കൺവേർട്ടഡ് ഇൻറ്റു ഐ മെട്രിക്സ് അല്ലേ, ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും. അപ്പോൾ എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഇറ്റ് സെൽഫ് മൈനസ് 5i പ്ലസ് 7a ഇൻവേഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ എൽ എച്ച് എസിൽ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 0, ഇതിൽ എൽ എച്ച് എസിൽ നിങ്ങൾക്ക് ഒരു എ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ അവിടെ വെച്ചു, എ ഇൻവേഴ്സ് ഇവിടെ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടേംസിനെ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് പോസിറ്റീവ് 5i അല്ലേ, 5i മൈനസ് എ എന്ന് കിട്ടും. 7a ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/7 ഓഫ് 5i മൈനസ് എ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/7 ഓഫ് 5i എന്ന് പറയുന്നത് എന്താടാ, 5i എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5005. ഓക്കെ, ഈ മെട്രിക്സിൽ നിന്ന് മൈനസ് യു ഹാവ് ടു സബ്ട്രാക്ട്. ആരെ സബ്ട്രാക്ട് ചെയ്യണോ, നമുക്ക് കിട്ടുക നമ്മൾക്ക് തന്നിട്ടുള്ള എനെ, ദാറ്റ് ഈസ് 3 1 -1 2. സോ ഈ ഒരു മെട്രിക്സിനെ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, 1/7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വി ക്യാൻ ഡു ഹിയർ. ഓക്കെ, സോ നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 1/7 എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/7 ഓഫ് 5 മൈനസ് 3 ദാറ്റ് ഈസ് എന്ത് വരെടാ, 2. ഓക്കെ, ദെൻ 0 മൈനസ് 1 ദാറ്റ് ഈസ് -1. അടുത്ത എന്ത് വരെടാ, 0 മൈനസ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു +1. ആൻഡ് ദ ലാസ്റ്റ് 5 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് എ മെട്രിക്സ് ഓഫ് 2/7 -1/7 and 1/7, then the last that is 3/7. സോ ഇതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്, ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രൂവ് ചെയ്തു, ദെൻ A⁴ കണ്ടുപിടിച്ചു, എ ഇൻവേഴ്സ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. സോ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്ക്.